എല്ലാവർക്കും വരാഹിയമ്മൻ പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. വരാഹി ദേവിയെ ആത്മാർത്ഥമായി ആരാധിക്കുന്ന എല്ലാവർക്കും ദേവീ മന്ത്രങ്ങളും ശ്ലോകങ്ങളും നമ്മുടെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും എല്ലാവിധ ആഗ്രഹ പൂർത്തീകരണവും സാധ്യമാക്കി തരുന്നു. നമ്മളിലെ എല്ലാ ദുർചിന്തകളെയും ദുർവിധികളെയും മാറ്റിമറിക്കാൻ കഴിവുള്ള അതിശക്തമായ ദിവ്യമാതാവാണ് വരാഹി ദേവി. നിത്യജീവിതത്തിൽ നാം ചെയ്യേണ്ട ചില കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ടും ദേവി നിങ്ങളിൽ കടാക്ഷിക്കാത്തതിന് കാരണം ഇവയിൽ ഏതെങ്കിലും പാലിക്കാത്തതുമാവാം. അത്തരത്തിലുള്ള 5 കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തൂ. നമ്മുടെ മനസ്സിൻ്റെ അനാവശ്യമായ ആശയക്കുഴപ്പങ്ങളും ചിന്തകളും തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാതെ വരുന്നതിനുള്ള പ്രധാന കാരണം. എല്ലാ നെഗറ്റീവ് ചിന്തകൾ മാറി മനസ്സിനെ സ്ട്രോങ് ആക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുവാനും എല്ലാവിധ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണവും സാധ്യമാക്കാനും വരാഹിയമ്മയിൽ അഭയം പ്രാപിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന നടക്കില്ല എന്ന കാര്യം പോലും ക്ഷണനേരത്താൽ സാധ്യമാവും. വരാഹി ദേവിയോടുള്ള ഭക്തിയിൽ ഭംഗം വരുത്താതെ പുലർക്കാതെ തന്നെ നമ്മൾ എണീക്കുന്ന മാത്രയിൽ തന്നെ വരാഹിയമ്മയുടെ കവചസ്തോത്രമോ ദിവ്യമായ നാമങ്ങൾ ആവർത്തിച്ചുരുവിട്ടു ദിനം ആരംഭിക്കൂ. ധന അഭിവൃദ്ധിയും മനഃശാന്തിയും നമ്മളിൽ വന്നിരിക്കും. നമ്മുടെ മനസ്സിൽ വരാഹിയമ്മയോടുള്ള ഭക്തിയിൽ ലേശം പോലും ഭംഗം വരുത്താതെ പരിപൂർണമായ വിശ്വാസത്തോടെ വരാഹി ദേവിയെ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളോടും ക്ഷമ പറഞ്ഞ് ദേവിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വരാഹി ദേവി എന്ന മഹത് ശക്തിയും വൈഭവവും നമ്മളിൽ നിറയ്ക്കുന്ന ഊർജവും സംരക്ഷണവും എണ്ണിയാൽ തീരാത്തത്രയും അതിശയങ്ങളാണ്. എല്ലാവിധ സങ്കീർണതകളും ആകുലതകളും ഒഴിഞ്ഞ ഐശ്വര്യപൂർണമായ ഒരു ജീവിതമാവട്ടെ എന്ന് ദേവീനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വളരെ തിരക്കേറിയ ഒരു ജീവിത കാലഘട്ടത്തിലൂടെയാണ് നാം എല്ലാവരും ഇന്ന് കടന്നു പോകുന്നത്. അപ്പോൾ ചില അനുഷ്ഠാനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഓർക്കാതെ പോകും. അത്തരത്തിലുള്ള ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ദേവിയുടെ കൃപാകടാക്ഷം നമ്മളിൽ വന്നു ചേരും. ഒന്നാമതായി, രാവിലെ ഉണർന്ന ഉടൻ തന്നെ നമ്മുടെ ഉള്ളം കൈ നോക്കി, ലക്ഷ്മി ദേവിയാണ് നമ്മുടെ ഉള്ളം കൈയിലെല്ലാം കുടികൊള്ളുന്നത്. ആ ഉള്ളം കൈ നോക്കി നമ്മൾ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാവിധ കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളും നീക്കി അനുഗ്രഹിക്കണേ, ഭൂമിയിലെ സർവചരാചരങ്ങളെയും അവിടുന്ന് കാത്തു രക്ഷിക്കണേ എന്നും വടക്ക് ദിശയിൽ നോക്കി ദേവിക്ക് നമസ്കരിക്കുക. എനിക്ക് ക്ഷമയും മനസ്സമാധാനവും സാമ്പത്തികമായ ഉയർച്ചയും നൽകണേ എന്നും എന്നെപ്പോലെ അലയുന്നവരെ സാമ്പത്തികമായ ഉയർച്ചയും ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കണേ എന്നും മനസ്സുരുകി പ്രാർത്ഥിക്കുക. സർവചരാചരങ്ങൾക്കും സമസ്ത ലോകത്തിനും നല്ലതു വരണേ എന്നും മനസ്സുരുകി പ്രാർത്ഥിക്കുക. ലോക നന്മയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് ദേവിയുടെ അനുഗ്രഹവും കൃപാകടാക്ഷവും വന്നു നിറയും. രണ്ടാമതായി ചെയ്യേണ്ടത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും വൃക്ഷലതാദികൾക്കും നിങ്ങളാൽ കഴിയുന്ന വിധം അന്നമൂട്ടുക എന്നതാണ്. വൃക്ഷങ്ങളിൽ വെള്ളം പകർന്നു നൽകുമ്പോൾ ഭൂമി ദേവിക്ക് അന്നമൂട്ടുന്നത് പോലെ തന്നെയാണ്. ഇതിലൂടെ എല്ലാവിധ ദോഷങ്ങളും നീങ്ങി സർവ്വ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. മൂന്നാമതായി, നാം ഓരോരുത്തരും ചെയ്യുന്ന കർമ്മം ഒരുവിധ ഭാവഭേദത്തോടും അതൃപ്തികരമായോ ചെയ്യാതിരിക്കുക. പരിപൂർണമായി ഭംഗിയായി വരാഹി ദേവിയെ മനസ്സാൽ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. ഒരുവിധ കഷ്ടനഷ്ടങ്ങളും നിങ്ങളിൽ വരില്ല. നാലാമതായി, നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രത്യുപകാര മനോഭാവം വെടിയുക. സ്വമനസാലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ദേവിയുടെ അനുഗ്രഹം വന്നു ചേരുക തന്നെയുള്ളൂ. ഓരോ പ്രവൃത്തിയും മനസ്സാൽ ഭംഗിയാൽ ചെയ്തു കൊള്ളുക. അഞ്ചാമതായി,
നമ്മൾ രാത്രിയിൽ വരാഹി ദേവി മന്ത്രജപത്തോടും നാമത്തോടും കൂടി പ്രാർത്ഥിച്ച് ദിവസം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നതുപോലെ എല്ലാ സർവചരാചരങ്ങൾക്കും ആയുസ്സും ആരോഗ്യവും തന്നതിന് ദേവിയോട് നന്ദി പറഞ്ഞ് ദേവിയെ സ്തുതിച്ച് നമസ്കരിക്കുക. ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ കലിയുഗത്തിലെ കൺകണ്ട ദൈവമായ വരാഹി ദേവിയെ പ്രാർത്ഥിക്കാം. ചെറുതും വലുതുമായ ദുഃഖദുരിതങ്ങളിൽ നിന്നും വരാഹിയമ്മ നമ്മളെ കരകയറ്റും. ദേവിയിൽ അടിയുറച്ച് വിശ്വസിക്കുക. ഓരോ മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കുന്നതിലൂടെ നമ്മൾ പൂർണ്ണമായും വരാഹി ദേവിയിലേക്ക് അടുക്കുന്നു. പരമകാരുണ്യവതിയായ വരാഹി ദേവി നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടനഷ്ടങ്ങളും ദുഃഖദുരിതങ്ങളും അകറ്റി നമ്മെ സദാ സംരക്ഷിക്കും. സർവ്വവിധ ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വർഷിക്കും. പൂർണ്ണമായും വരാഹി ദേവിയിൽ വിശ്വസിക്കുക. ദേവി സദാ നമ്മളെ രക്ഷാകവചം പോലെ സംരക്ഷിക്കും.